അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പോർക്ക് വിന്താലു. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, വൈകുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. കഴിച്ചു നോക്കാം. ചോറുകൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. ചോറുകൂടെയൊക്കെ വെച്ച് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കിറ്റിന്റെ പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പക്ഷെ പിള്ളേടത്തൊന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല പിള്ളേരിത്. അപ്പോൾ ഇപ്പോഴാണ് അതും റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പേരാണ് പോർക്ക് വിന്താലു. ശരിയാക്കാം, നമുക്ക് നമ്മളെ ശരിയാക്കി എടുക്കും. നിങ്ങളുണ്ടാവൂലേ നമ്മുടെ സപ്പോർട്ടിന്? അതില്ല, നിങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങളോ ഉണ്ട്. അപ്പൊ നമ്മളിതെല്ലാം കൂടെ അങ്ങ് പൊളിക്കും. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് പോർക്ക് വിന്താലു. ആ പോർക്ക് വിന്താലു എങ്ങനെ അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട, നേരിട്ട് പോയി ഇത് ഓട്ടാക്കിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയായ പോർക്ക് വിന്താലു ഒരു ആംഗ്ലോ ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക്, പിന്നെ 2 സ്പൂൺ വറ്റൽ മുളക് പൊടിച്ചത് ഇവിടെ ഇരിപ്പുള്ളതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ഗ്രാമ്പു. അപ്പോൾ ഇത്രയും വന്നിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മസാല കൂട്ടൊക്കെ നമ്മളൊന്നും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഇഞ്ചി, 1 സ്പൂൺ പുളിവെള്ളമാണ്, ചൂടുവെള്ളം മിക്സ് ചെയ്ത് എടുത്ത പുളിയുടെ വെള്ളം, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ 1.5 സ്പൂൺ വിനാഗിരി, ശേഷം ഒരു 3 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് ആ ഒരു മിക്സർ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ പോർക്കിലോട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. 1/2 കിലോ പോർക്കാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേഷൻ ആയിട്ട് ചേർക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടം ആദ്യം ചേർത്ത് കൊടുക്കാം. രണ്ടാമത് നമ്മൾ ആ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാം കൂടെ ചെയ്ത ആ മിക്സും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ആ മസാല എല്ലാം പോർക്കിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇപ്പൊ ആദ്യം നമ്മൾ കുറച്ച് മാരിനേഷന് വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കുകയാണ്. അപ്പോൾ പോർക്ക് ആയതുകൊണ്ട് ഒരല്പം വേവുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർക്ക് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 2 വിസിൽ കേട്ട് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ നേരത്തെ മസാല ചേർത്ത കൂട്ടത്തിന് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. 2 വിസിൽ കേൾക്കുമ്പോൾ എടുക്കാം. പോർക്ക് കുക്കറിലാക്കി നമ്മൾ ഗ്യാസിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിൽ കേട്ടിട്ട് നമുക്ക് ഇത് പുറത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കടുകും 1 പട്ടയും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1 ഇഞ്ച് നീളമുള്ള പട്ടയാണ്. അപ്പൊ അതൊന്ന് വറുത്തെടുക്കാം. കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 1 ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള വേഗം ബ്രൗൺ കളർ ആവും. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പോർക്ക് 2 വിസിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. പോർക്ക് നല്ല വേവുള്ളതാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു പകുതി വേവ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ആവാറായപ്പോഴത്തേക്കും ഒന്ന് തുറന്നു നോക്കുകയാണ്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങി. ഒന്ന് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് വെന്തോ ഇല്ലേന്നൂടെ നമുക്ക് നോക്കാം. പീസ് എടുത്ത് നമ്മൾ നോക്കുകയാണ്. ഒരല്പം കൂടി വേവുണ്ട്. അപ്പോൾ വെള്ളം വറ്റിയുണ്ട്. നമ്മളൊരു 1 ഗ്ലാസ് കൂടെ വെള്ളം ഒന്ന് ചൂട് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്ലാസ് കൂടെ ചൂട് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്യും. കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോർക്ക് വിന്താലു എന്ന് പറഞ്ഞ ഒരു ആംഗ്ലോ ഇന്ത്യൻ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ശർക്കര. ഒരു 10 ഗ്രാമോളം ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പീസ് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലു റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ കുറച്ചുകൂടെ കറിവേപ്പില നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിങ്ങ് എടുക്കാം. അപ്പൊ നമ്മുടെ പോർക്ക് വിന്താലു റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളൊരു ഇലയൊക്കെ എടുത്തിട്ട് ഒന്ന് നാടൻ രീതിയിൽ ഒരു ചോറും ഈ കറിയുടെയൊക്കെ വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പോർക്ക് വിന്താലു. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, വൈകുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. കഴിച്ചു നോക്കാം. ചോറൂടെ വെച്ചിട്ടുണ്ട്. ചോറൂടെയൊക്കെ വെച്ച് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. പോർക്കൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് സാധനം. നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല രീതിയിൽ വെന്ത് നമ്മൾ തൊടുമ്പോ തന്നെ 2 പീസായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുണ്ട്. കൊള്ളാവോ? ഇഷ്ടപ്പെട്ട? വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പോർക്ക് വിന്താലു. അപ്പൊ ഇന്നത്തെ ഈ ഒരു പോർക്ക് വിന്താലു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ പുതിയൊരു ദിവസം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.